താഴെ പോകുകയോ മുകളിൽ പോവുകയോ ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുത്തുകൊണ്ട് എങ്ങനെ കച്ചവടം തുടങ്ങാം എന്നതിലേക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. സുഹൃത്തുക്കളെ, എല്ലാവരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത കഴിഞ്ഞ ദിവസം പരിശീലനം നടത്തിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എല്ലാവരും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എല്ലാവരും XAUSD ഗോൾഡ് എന്നതിൻ്റെ സിമ്പലിൽ പോയി ക്ലിക്ക് ചെയ്യുക. XAUSD അവിടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആദ്യം അക്കൗണ്ട് ഡീറ്റെയിലിൻ്റെ തൊട്ട് താഴെ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് കാണാം. ആ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്നത് ഇപ്പോഴത്തെ വിലയിൽ കച്ചവടം നടത്തുക. ഇനി ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ മാറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും താഴ്ന്ന വിലയിലോ വീണ്ടും മുകളിലെ വിലയെത്തുമ്പോൾ കച്ചവടം നടത്തുക. അതിന് സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ എന്ന് പറയാം. എല്ലാവരും ആ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് എഴുതിയ സ്ഥലത്ത് തൊട്ട് നോക്കൂ. ഏറ്റവും താഴെ 2 ടേം വന്നിട്ടുണ്ട്, ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ, സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ. എല്ലാവരും ആ സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ എന്ന് എടുക്കൂ. സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ. അതിൽ 2 ആക്ഷൻ ചെയ്യാം. ഒന്നുകിൽ വാങ്ങും അല്ലെങ്കിൽ വിൽക്കും. ബൈ എന്നതാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. വാങ്ങാൻ പോവുകയാണ്. തൊട്ട് താഴെ സ്കെഡ്യൂൾഡ് ടൈപ്പ് കണ്ടോ? ബൈ ലിമിറ്റ്. ബൈ ലിമിറ്റ്. ആ ബൈ ലിമിറ്റ് എഴുതിയ സ്ഥലത്ത് തൊട്ട് നോക്കൂ. താഴെ നിങ്ങൾക്ക് ബൈ സ്റ്റോപ്പ് എന്ന് കാണാം, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് കാണാം. ആദ്യം ബൈ ലിമിറ്റ് എന്ന് തൊടുക. ബൈ ലിമിറ്റ്. എന്താണ് ബൈ ലിമിറ്റ്? ശ്രദ്ധിച്ച് കേൾക്കുക. നിലവിലുള്ള ഗോൾഡിന്റെ വിലയ്ക്കല്ല വാങ്ങുന്നത്, പകരം ഇപ്പോഴുള്ള വിലയേക്കാളും താഴ്ന്ന വിലയെത്താൻ വേണ്ടി എത്തിയാൽ വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്യുന്ന രീതി. എങ്ങനെ? നിലവിലുള്ള വിലയേക്കാളും താഴ്ന്ന വിലയെത്തിയാൽ വാങ്ങിക്കൊണ്ട് കച്ചവടം നടത്തുക. അതിനുള്ള സംവിധാനമാണ് ബൈ ലിമിറ്റ്. എന്തുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കൂടാ? ഇവിടെ നിന്ന് വില മുകളിലേക്ക് പോകുന്ന അറിയില്ല, ചിലപ്പോൾ താഴെ പോകുന്ന സംശയമുണ്ട്. ഒരു വസ്തുവിന്റെ വില താഴേക്ക് പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വാങ്ങുമോ? ഇല്ല, താഴെ എത്തണം. അപ്പൊ നമുക്കറിയാം താഴെ പോയാൽ ഇവിടം വരെ പോകുള്ളൂ എന്നറിയാമെങ്കിൽ ആ വില എത്തുമ്പോൾ വാങ്ങണം. പക്ഷെ എപ്പോഴാ വില എത്തുക? അതറിയില്ല. ഇന്നെത്തുമോ, നാളെ എത്തുമോ, ഒരാഴ്ച കഴിഞ്ഞെത്തുമോ? അറിയില്ല. എപ്പോഴാണ് അവിടെ എത്തുന്നത് അപ്പോൾ കച്ചവടം നടക്കണം. അതിനാണ് ബൈ ലിമിറ്റ് എന്ന് പറയുക. ഇപ്പോഴുള്ള വിലയേക്കാളും താഴ്ന്ന വില എത്തുമ്പോൾ വാങ്ങുക, എന്നിട്ട് വില മുകളിലേക്ക് വരുമ്പോൾ ലാഭം എടുക്കുക. ആ പരിപാടിക്ക് എന്താ വിളിക്കുക? ബൈ ലിമിറ്റ് കേട്ടോ. സോ ബൈ ലിമിറ്റ് എന്ന് സെലക്ട് ചെയ്തു. വോളിയം എന്നതിൽ എല്ലാവരും 1 എന്ന് കൊടുത്തോളൂ. വോളിയം 1. പ്രൈസ് എന്നതിൽ എല്ലാവരും കൊടുക്കുക ഏത് വിലയ്ക്ക് വാങ്ങണം. ഇപ്പോൾ ഗോൾഡിന്റെ വില 3947 എന്നൊക്കെയാണ്. ഈ വിലയ്ക്കല്ല വാങ്ങുന്നത്. താഴ്ന്ന വില എത്തുമ്പോൾ 3900 എത്തുമ്പോൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. 3900 എത്തുമ്പോൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 3900-ന് വാങ്ങുകയാണെങ്കിൽ എവിടെയാണ് സ്റ്റോപ്പ് ലോസ്? 3900-ന് വാങ്ങിയിട്ട് വില താഴേക്ക് പോയ നഷ്ടമാണ്. നഷ്ടം വന്നാൽ നമുക്ക് അനന്തമായ നഷ്ടം വരരുത്. അതുകൊണ്ട് 3895, $5 നഷ്ടം. 3895, 3900-ന് എത്തിയാൽ വാങ്ങും. അവിടെ എത്തിയിട്ടില്ല, എത്തിയാൽ എപ്പോഴെത്തിയാലും അത്രയേ ഉള്ളൂ കാര്യം. അത് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. ടേക്ക് പ്രോഫിറ്റ്. 3900-ന് വാങ്ങിയാൽ എന്നിട്ട് വില മുകളിലേക്ക് വരുമ്പോൾ ലാഭമാണല്ലോ. അപ്പോൾ 3930 എന്നത് ടേക്ക് പ്രോഫിറ്റ് വെച്ചോളൂ. 3930. 3930. സുഹൃത്തുക്കളെ, 3930-ന് ലാഭം എത്തിയാൽ ഏത് വിലയ്ക്ക് നമുക്ക് അത് അവസാനിക്കും, ലാഭം എത്ര കിട്ടുമെന്ന് കണക്കായി കാണാം. താഴെ നിങ്ങൾക്ക് പ്ലേസ് എന്ന് കാണാം. പ്ലേസ് എന്ന് കൊടുത്തോളൂ.
ഞാൻ നേരത്തെ പ്ലേസ് ചെയ്തേക്കുന്ന ഓർഡേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് വേറെയും കാണാൻ കേട്ടോ. അതാദ്യം ഞാൻ ആദ്യം റിമൂവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും. സോ ബൈ ലിമിറ്റ് എന്നതാണ് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്തത്. വില താഴത്തേക്ക് വന്ന് 3900 എന്ന വില എത്തിയാൽ വാങ്ങണം. ഇത് തീരുമാനിച്ചു. ഇനി അത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. വില എത്തിയിട്ടില്ലല്ലോ അവിടെ. ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ഡിലീറ്റ് എന്നത് കാണുന്നത്. ഡിലീറ്റ് ചെയ്താൽ ഈ ഓർഡർ കുറച്ച് കഴിയുമ്പോൾ തോന്നുകയാണ് അവിടേക്ക് പോകില്ല, അതല്ല ഞാൻ ചിലപ്പോൾ താഴേക്ക് പോയേക്കാം, ഇത് വാങ്ങണ്ട. എപ്പോൾ വേണേലും ഡിലീറ്റ് ചെയ്യാം. ഇനി അതല്ല, എഡിറ്റ് ചെയ്യണം, വില മാറ്റി കൊടുക്കണം, എഡിറ്റ് പോകുക, വില മാറ്റി കൊടുക്കുക, അങ്ങനെയാകാം. ഇതിനെന്താ വിളിക്കുക? ബൈ ലിമിറ്റ്. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വിലയേക്കാളും താഴ്ന്ന വില എത്തുമ്പോൾ വാങ്ങിക്കൊണ്ട് കച്ചവടം, വാങ്ങുക. എന്നിട്ട് വില മുകളിലേക്ക് പോകുമ്പോൾ ലാഭം എടുക്കാൻ കാത്തിരിക്കുന്നതാണ് ബൈ ലിമിറ്റ്. അടുത്തതോ ബൈ സ്റ്റോപ്പ്. എന്താണ് ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ? ആദ്യം നമുക്കൊന്ന് എടുക്കാം ആ ഓർഡർ. സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് ട്രേഡ് എന്ന പേജിൽ വരിക. ട്രേഡ് എന്ന പേജിൽ എല്ലാവരും വരിക. XAUSD എന്നതിൽ എല്ലാവരും ടാപ്പ് ചെയ്യാം. XAUSD ടാപ്പ് ചെയ്യാം. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് മാറ്റിയിട്ട് സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ ആക്കുക. എന്നിട്ട് ഓർഡർ ടൈപ്പ് എന്നത് ബൈ തന്നെയാണ്. ഓർഡർ ടൈപ്പ് ബൈ ആണ്. തൊട്ട് താഴെ സ്കെഡ്യൂൾ ടൈപ്പിൽ ബൈ ലിമിറ്റ് എന്നുണ്ട്, അത് മാറ്റിയിട്ട് ബൈ സ്റ്റോപ്പ് എന്നാക്കണം. ബൈ സ്റ്റോപ്പ്. ബൈ സ്റ്റോപ്പ്. വോളിയം എന്നതിൽ എല്ലാവരും 1 എന്ന് കൊടുക്കുക. ഒരു ക്വാണ്ടിറ്റി, ഒരു ലോട്ട്. ഇനി ആദ്യം ബൈ സ്റ്റോപ്പ് എന്താന്ന് പറയാം? വാങ്ങൽ തന്നെയാണ്. ആദ്യം കാണുന്ന വാക്കാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. വാങ്ങുകയാണ്. ഏത് വിലയ്ക്ക്? ഇപ്പോഴുള്ള വിലയ്ക്കല്ല, ഇപ്പോഴുള്ളതിനേക്കാളും ഉയർന്ന വിലയ്ക്ക് വാങ്ങുക. ഇപ്പോഴെന്താണോ വിലയുള്ളത് അതിനേക്കാളും ഉയർന്ന വിലയ്ക്ക് വാങ്ങുക. പിന്നെയോ അവിടുന്ന് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോൾ ലാഭം എടുക്കുക. അപ്പൊ ഇപ്പൊ വാങ്ങിയാൽ എന്താ കുഴപ്പം? താഴ്ന്ന വിലയില്ലേ? താഴ്ന്ന വിലയ്ക്ക് വാങ്ങിയാൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്? അല്ല, ഇപ്പോഴുള്ള വിലയിൽ നിന്ന് മുകളിലേക്ക് പോകുമോ എന്നറിയില്ല. ഇപ്പോഴത്തെ വിലയിൽ നിന്ന് താഴേക്ക് പോയേക്കാം. അങ്ങനെയെങ്കിൽ വാങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാവുന്നത് ഇപ്പോൾ 3960 സങ്കല്പിക്കാം കേട്ടോ. ഇനി വില മുകളിൽ കടന്ന് 4000 മുകളിൽ കടന്നാൽ, എങ്കിൽ മാത്രം 4000 മുകളിൽ കടന്നാൽ വില കുത്തനെ മുകളിലേക്ക് പോകും. ഇതാ നമുക്കറിയാവുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ എവിടുന്ന വാങ്ങേണ്ടത്? നിലവിൽ വില എന്താണോ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ താഴേക്ക് പോകും. ഉറപ്പുള്ളത് എന്താണ്? 4000 മുകളിൽ കടന്നാൽ 4050 വരെ പോകുമെന്ന് ഉറപ്പാണത്രേ. എങ്കിൽ വാങ്ങേണ്ടത് 4000 മുകളിലാണ്. ഇപ്പോൾ അതിനേക്കാൾ ഉയർന്ന വിലയാണ്. അപ്പൊ നിലവിലുള്ള വിലയേക്കാളും ഉയർന്ന വിലയിൽ വാങ്ങിക്കൊണ്ട് കച്ചവടം. സുഹൃത്തുക്കളെ, വോളിയം എന്ത് 1 കൊടുത്തു, പ്രൈസ് കൊടുക്കുക. എല്ലാവരും പ്രൈസ് 4000 എന്ന് കൊടുത്തോളൂ. 4000. 4000 നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക. 4000 വാങ്ങിയിട്ട് പിന്നെ വില താഴേക്ക് വന്നാൽ അത് ഗുണപ്രദമാണോ? അല്ല. 4000 വാങ്ങിയിട്ട് വില താഴേക്ക് വന്ന നഷ്ടമാണേ. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അപ്പോൾ 4000 വാങ്ങിയാൽ താഴേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെ? എല്ലാവരും കുറിക്കുക. 3993 എന്ന് കൊടുത്തോളൂ. 3993 എത്തുമ്പോൾ നഷ്ടത്തിൽ കച്ചവടം അവസാനിക്കും. ടേക്ക് പ്രോഫിറ്റ്. വില മുകളിലേക്ക് പോയാൽ എവിടെ എത്തുമ്പോൾ ലാഭം എടുക്കണം? 4000 വാങ്ങി 4001, 4005, 4010 മുകളിൽ പോകുമ്പോൾ ലാഭം. 4000
4,025 4,025 ടേക്ക് പ്രോഫിറ്റും കൊടുത്തു. ലാഭം കിട്ടിയാൽ എത്ര കിട്ടും, നഷ്ടം വന്നാൽ എത്ര നഷ്ടം വരും. പ്ലേസ് എന്ന് കൊടുത്തോളൂ. പ്ലേസ് എക്സിക്യൂഷൻ നടന്നില്ലെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. സ്വാഭാവികമായിട്ടും ബൈ ലിമിറ്റും ബൈ സ്റ്റോപ്പും അങ്ങനെ രണ്ടെണ്ണം നമ്മളവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ആദ്യത്തെ വാക്കാണ് ചെയ്യുന്ന പ്രവൃത്തി, ബൈ ആണ്. നിലവിലുള്ള വിലയേക്കാളും താഴ്ന്ന വിലയിൽ നിന്ന് വാങ്ങുന്നു, പിന്നെ വില മുകളിലേക്ക് പോകാൻ കാത്തിരിക്കുന്നത് ബൈ ലിമിറ്റ്. ബൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വിലയേക്കാളും ഉയർന്ന വിലയിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെയും വില മുകളിലേക്ക് പോകാൻ കാത്തിരിക്കുന്നതാണ് ബൈ സ്റ്റോപ്പ്. ഇനി സെൽ ലിമിറ്റ് ഉണ്ട് ഇതിന്റെ. എല്ലാവരും സ്ക്രീനിന്റെ താഴെ ഇടതുവശത്ത് ട്രേഡിൽ വരൂ. XAUSD എന്നതിൽ ടാപ്പ് ചെയ്യൂ. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്നത് മാറ്റിയിട്ട് എല്ലാവരും സ്കെഡ്യൂൾഡ് എക്സിക്യൂഷനിലേക്ക് വരും. സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ. സുഹൃത്തുക്കളെ, സ്കെഡ്യൂൾഡ് എക്സിക്യൂഷനിൽ ഓർഡർ ടൈപ്പ് മാറ്റിയിട്ട് നിങ്ങൾ ബൈ എന്നത് മാറ്റി സെൽ എന്ന് കൊടുക്കൂ. ഇനി നമ്മൾ വിൽപ്പനയിരിക്കുകയാണ്, വാങ്ങൽ നിർത്തി സെല്ലിലേക്ക്. സെല്ല് എവിടെ വെച്ച്? ഇപ്പോഴുള്ള വിലയ്ക്കല്ല, ഉയർന്ന വില എത്തിയാൽ വിൽക്കണം, പിന്നെ താഴേക്ക് വരുമ്പോൾ ലാഭം. ഇപ്പോൾ വിൽക്കുന്നില്ല, ഉയർന്ന വില എത്തിയാൽ വിറ്റുകൊണ്ട് താഴത്തേക്ക് വന്ന ലാഭം, അത് സെൽ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വിലയേക്കാളും ഉയർന്ന വില എത്തുമ്പോൾ വിറ്റുകൊണ്ട് കച്ചവടം, താഴത്തേക്ക് വരുമ്പോൾ ലാഭം എടുക്കുക. വോളിയം എന്ന് കൊടുത്തോളൂ 1. പ്രൈസ്, എല്ലാവരും പ്രൈസ് കൊടുക്കുക. 4,030 4,030 4,030 എത്തിയാൽ വിൽക്കണം, താഴത്തേക്ക് വരുമ്പോൾ ലാഭം കിട്ടും. സ്റ്റോപ്പ് ലോസ് എല്ലാവരും 4,038 എന്ന് കൊടുത്തോളൂ. സ്റ്റോപ്പ് ലോസ് 4,030 4,038. ടേക്ക് പ്രോഫിറ്റ് 4,000 എന്ന് കൊടുത്തോളൂ. 4,000 എത്തുമ്പോൾ ലാഭത്തിൽ അവസാനിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ നിലവിലുള്ള വിലയേക്കാളും ഉയർന്ന വിലയാണിത്. പ്ലേസ് എന്ന് കൊടുത്തോളൂ. പ്ലേസ്. സുഹൃത്തുക്കളെ, നമുക്ക് ഇപ്പൊ 3 ഓർഡേഴ്സിൽ ഒരെണ്ണം സെല്ലാണ്. നിലവിലുള്ള വിലയേക്കാളും ഉയർന്ന വില എത്തുമ്പോൾ വിൽക്കുക, താഴേക്ക് വരുമ്പോൾ ലാഭം. സെൽ ലിമിറ്റ് എന്ന് വിളിക്കും. അടുത്തത് ട്രേഡിൽ വരിക. വീണ്ടും എല്ലാവരും ട്രേഡിൽ വരിക. എന്നിട്ട് XAUSD ടാപ്പ് ചെയ്യുക. XAUSD ടാപ്പ് ചെയ്യുക. ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ മാറ്റിയിട്ട് സ്കെഡ്യൂൾഡ് എക്സിക്യൂഷൻ കൊടുക്കുക. സുഹൃത്തുക്കളെ, ഓർഡർ ടൈപ്പ് മാറ്റി ബൈയിൽ നിന്ന് സെല്ലിലേക്ക് കൊടുക്കുക. ബൈയിൽ നിന്ന് സെൽ, കാരണം സെല്ലിന്റെ ലിമിറ്റ് നമ്മൾ പ്ലേസ് ചെയ്തു, സെല്ലിന്റെ സ്റ്റോപ്പ് പ്ലേസ് ചെയ്യാൻ പോവാണ്. വോളിയം എന്നത് സെൽ ലിമിറ്റ് മാറ്റിയിട്ട് സെൽ സ്റ്റോപ്പ് എന്ന് എടുക്കുക. സെൽ ലിമിറ്റ് മാറ്റുക, സെൽ സ്റ്റോപ്പ് കൊടുക്കുക. വോളിയം എന്നത് 1 എന്ന് കൊടുക്കുക. എന്താണ് സെൽ സ്റ്റോപ്പ്? വിൽപ്പനയാണ്. ഏതു വിലയ്ക്ക്? ഇപ്പോഴുള്ള വിലയ്ക്കല്ല, മുകളിലെ വിലയ്ക്കുമല്ല, പിന്നെയോ ഇപ്പോഴുള്ള വിലയേക്കാളും താഴ്ന്ന വില എത്തുമ്പോൾ വിൽക്കുക. അതെന്തിനാണ് അങ്ങനെ? ഇപ്പം വിറ്റാ പോരെ, ഉയർന്ന വിലയില്ലേ, ഇവിടുന്ന് വിറ്റാൽ കൂടുതൽ ലാഭം കിട്ടില്ലേ? ഇവിടെ നിന്ന് താഴത്തേക്ക് പോരുമെന്ന് യാതൊരു ഉറപ്പുമില്ല, മുകളിലേക്ക് പോയേക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഉറപ്പില്ലെന്ന്. താഴത്തേക്ക് ഇവിടുന്നേ പോകുമെന്ന് ഉറപ്പുണ്ടോ? അതുമില്ല. മുകളിൽ പോകുമെന്ന് അതും ഉറപ്പില്ല. പിന്നെ അപ്പോ ഉറപ്പുള്ളത് എന്താണ്? പിന്നെ നിലവിലുള്ള വില 3,960 എന്ന് വിചാരിക്കുക. 3,940 താഴെ കടന്നാൽ കുത്തനെ താഴേക്ക് പോകും. ഇതാണ് ഉറപ്പുള്ളത്. അപ്പൊ എവിടെ നിന്ന് വിൽക്കണം? 3,940 താഴെ വെച്ച് വിൽക്കണം. അത് കടന്നാലേ താഴേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു മുകളിൽ കയറി പോകും.
3940 എന്നത് ഇപ്പോഴത്തേതിനേക്കാളും താഴ്ന്ന വിലയാണ്. അപ്പോൾ നിലവിലുള്ളതിനേക്കാളും താഴ്ന്ന വിലയിൽ നിന്ന് വിറ്റുകൊണ്ട് കച്ചവടം. പിന്നെയും താഴേക്ക് പോകുമ്പോൾ ലാഭം എടുക്കാൻ കാത്തിരിക്കുന്ന രീതിയാണ് സെൽ ലിമിറ്റ്, സെൽ സ്റ്റോപ്പ്. സെൽ സ്റ്റോപ്പ്. അപ്പൊ എല്ലാവരും പ്രൈസ് കൊടുക്കുകയിനി 3940 എന്ന് കൊടുത്തോളൂ. 40 വിറ്റിട്ട് വില 45 വന്ന നഷ്ടമാണ്. അതുകൊണ്ട് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ്. സെൽ എന്ന വാക്ക് കണ്ടോ, മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ്. 3945 എന്ന് കൊടുത്തോളൂ. ടേക്ക് പ്രോഫിറ്റ് 3900 എന്ന് കൊടുത്തോളൂ. ടേക്ക് പ്രോഫിറ്റ്. ഇനി പ്ലേസ് എന്ന് കൊടുത്തോളൂ. നമ്മൾ 4 ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു. എന്തൊക്കെയാണത് സുഹൃത്തുക്കളെ? ഞാനൊന്ന് വേഗം റിവിഷൻ നടത്തുകയാണ്, കാരണം ഇത് ചിലർക്കൊരു കൺഫ്യൂഷനുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് ഒന്ന് വേഗതയിൽ പറഞ്ഞു പോകാം. ആദ്യം പറഞ്ഞത് ബൈ ലിമിറ്റ്. ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വിലയേക്കാളും താഴ്ന്ന വില എത്തുമ്പോൾ വാങ്ങുക, പിന്നെ വില മുകളിലേക്ക് പോകുമ്പോൾ ലാഭം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. അത് ബൈ ലിമിറ്റ്. രണ്ടാമത് പറഞ്ഞത് ബൈ സ്റ്റോപ്പ്. ഇപ്പോഴുള്ള വിലയ്ക്ക് വാങ്ങുന്നില്ല, ഇതിനേക്കാളും ഉയർന്ന വില എത്തുമ്പോൾ വാങ്ങുന്നു, പിന്നെയും വില മുകളിലേക്ക് പോകുമ്പോൾ ലാഭം എടുക്കാൻ കാത്തിരിക്കുന്നത് ബൈ സ്റ്റോപ്പ്. അതിനുശേഷം പറഞ്ഞത് സെൽ ലിമിറ്റ്. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വിലയേക്കാളും ഉയർന്ന വില എത്തുമ്പോൾ വിൽക്കുക. അവിടുന്ന് താഴേക്ക് പോരുമ്പോൾ ലാഭം എടുക്കാൻ കാത്തിരിക്കുന്നതാണ് സെൽ ലിമിറ്റ്. സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാലോ, ഇപ്പോഴുള്ള വിലയേക്കാളും താഴ്ന്ന വില എത്തുമ്പോൾ വിൽക്കുക, പിന്നെയും താഴേക്ക് പോകുമ്പോൾ ലാഭം എടുക്കാൻ കാത്തിരിക്കുന്നതാണ് സെൽ സ്റ്റോപ്പ്. 4 തരത്തിലുള്ള സ്കെഡ്യൂൾഡ് ഓർഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ക്യാൻസൽ ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കച്ചവടം നടക്കുന്നതിന് മുൻപ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അതിനാകെ ആരോയിൽ പോയി തൊടുന്നു, ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് സ്കെഡ്യൂൾ എക്സിക്യൂട്ട്. അടുത്തത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന 3ാമത്തെ ശൈലിയാണ്. മൂവിങ് ആവറേജിനെ കുറിച്ച് പറഞ്ഞു, ക്ലൗഡിനെ കുറിച്ച് പറഞ്ഞു, അടുത്തത് ഫ്രീ സ്റ്റൈൽ. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരീക്ഷണം നാളെ മുതൽ ചെയ്യണം കേട്ടോ. ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. ഇനി ഈ പരീക്ഷണം നടത്താൻ നമ്മൾ പുതിയൊരു ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കും. ഇപ്പൊ ഉപയോഗിക്കുന്ന ഡെമോ അക്കൗണ്ട് അല്ല, നമുക്ക് എത്ര ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതുകൂടാതെ പുതിയൊരു ഡെമോ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും. ആ ഡെമോ അക്കൗണ്ടിലാണ് നിങ്ങൾ ഫ്രീ സ്റ്റൈൽ എന്ന ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന ശൈലി പരീക്ഷിക്കാൻ പോകുന്നത്. അത് കൃത്യമായ പരീക്ഷണമായിരിക്കണം. 10 ദിവസം പരീക്ഷിക്കേണ്ട ഒരു എക്സസൈസാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നതും പറയാം. ആദ്യം ഈ ഫ്രീ സ്റ്റൈൽ എന്ന കച്ചവട രീതി എന്താണെന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ ഭ്രാന്തമായ ഒരു ശൈലിയെ തോന്നിയേക്കാം, ബട്ട് സ്റ്റിൽ എല്ലാവരും ചെയ്യണം. ഒരാൾ പോലും മിസ്സാക്കരുത്. കാരണം എന്താ അറിയോ, നിങ്ങളിൽ കുറച്ചു പേർക്ക് മൂവിങ് ആവറേജ് എന്ന ശൈലിയാണ് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക, പ്രാവർത്തികമാക്കാൻ പറ്റുക. മറ്റൊരു കുറച്ചു കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലാകാൻ പറ്റുന്നത് ക്ലൗഡ് എന്ന അല്ലെങ്കിൽ ഇച്ചിമൂക്കു എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിജയിച്ചു പോകാൻ പറ്റുക. വേറൊരു കൂട്ടർക്ക് ഫ്രീ സ്റ്റൈലാണ്. ആർക്ക് ഏത് തരത്തിലുള്ള ടൂൾ എടുക്കണം എന്നൊക്കെ കണ്ടെത്താൻ പോകുന്നേ ഉള്ളൂ, അത് എത്തിയിട്ടില്ല നമുക്ക്. അപ്പൊ ഫ്രീ സ്റ്റൈൽ എന്ന് കേൾക്കുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ചോ ഓർമ്മ വരുമ്പോൾ ആ സെക്കൻഡിൽ ഒരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയോ, ഗോൾഡ് ഞാൻ ഇന്ന് വാങ്ങും അല്ലെങ്കിൽ വിൽക്കും. വെറുതെ ഏത് കട്ടിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റു, കണ്ണു തുറന്നു, ഓർമ്മ വന്നു ട്രേഡിങ് എടുക്കണമല്ലോ, എന്നാ വാങ്ങിയേക്കാം. അത്രയേ ഉള്ളൂ പരിപാടി, തീരുമാനമായി. വേറെ ആള് ഇന്ന് വിറ്റേക്കാം, അത്രയേ ഉള്ളൂ. എന്തടിസ്ഥാനത്തിൽ? ഒരടിസ്ഥാനമില്ലാതെ. വില കാണരുത്, വില നോക്കരുത് തീരുമാനം എടുക്കാൻ വേണ്ടി. വില എങ്ങോട്ട് പോകുന്നു എന്ന് സൂചന എടുക്കരുത്, ആരോടും ചോദിക്കരുത്, പറയരുത്. വെറുതെ മനസ്സ് തീരുമാനിക്കുന്നു, ഞാൻ ഇന്ന് വാങ്ങും അല്ലെങ്കിൽ വിൽക്കും. ഒരു തീരുമാനം. പിന്നെന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്നറിയോ, വാങ്ങാൻ തീരുമാനിച്ച ആള് മൊബൈൽ തുറന്നോളാം, അപ്പോൾ വാങ്ങുക. വാങ്ങാൻ ചെന്ന സമയത്ത് വില താഴേക്ക് പോകുന്നത് കണ്ടു, അപ്പൊ തീരുമാനം മാറ്റരുത്. താഴേക്കല്ലോ, എന്നാ പിന്നെ വിറ്റേക്കാം. നിങ്ങൾ ബ്ലൈൻഡായി തീരുമാനിച്ച തീരുമാനം എന്തോ അത് കൃത്യം നടപ്പിലാക്കുക. അടുത്ത സ്റ്റെപ്പ്, $5 സ്റ്റോപ്പ് ലോസ്, $10 ടേക്ക് പ്രോഫിറ്റ് ഇടുക. ഉദാഹരണത്തിന് നാളെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ആ സമയത്ത് വില 3980 എന്ന് വിചാരിക്കുക.
3980 വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ 3980 സുഹൃത്തുക്കളെ വാങ്ങിക്കൊണ്ട് കച്ചവടം. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് $3975. $5 താഴെ വാങ്ങുന്ന വിലയെക്കാളും $5 താഴെ സ്റ്റോപ്പ് ലോസ്. 3980 വാങ്ങിയതെങ്കിൽ ആ വാങ്ങിയ വിലയിൽ നിന്ന് $10 ടേക്ക് പ്രോഫിറ്റ്. 3990. അപ്പൊ നഷ്ടം വന്നാൽ $5 വാങ്ങുന്ന വിലയിൽ നിന്ന് ഇപ്പോൾ ലാഭം വന്നാൽ $10. 1:2 എന്ന റേഷ്യോയിൽ നിങ്ങൾ കൃത്യമായ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും. അത്രേ പാടുള്ളൂ. 1 മിനിറ്റ് സമയം എടുക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാഭമായോ എന്ന് നോക്കരുത്, നഷ്ടമായോ എന്ന് നോക്കരുത്, നോക്കാനേ പാടില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്ന് ഞാൻ വാങ്ങണോ വിൽക്കണോ, ഇന്നലെ ഞാൻ വാങ്ങിയതല്ലേ എന്നാൽ ഇന്നും വാങ്ങിയേക്കാം, അങ്ങനെയല്ല. അന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് നടപ്പിലാക്കുക. വിറ്റുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക. വരുന്ന ദിവസം നിങ്ങൾ കിട്ടിയത് 4000 എന്ന വില. അപ്പൊ 4000-നേക്കാളും $5 മുകളിൽ സ്റ്റോപ്പ് ലോസ്. 4000-ന് വിറ്റു. 4000-ന് താഴെ $10 താഴെ 3990 ടേക്ക് പ്രോഫിറ്റ്. അത് പിറ്റേ ദിവസം ചെയ്തു വിചാരിക്കുക. അങ്ങനെ തുടർച്ചയായി 10 ദിവസം. $5 സ്റ്റോപ്പ് ലോസ്, $10 ടേക്ക് പ്രോഫിറ്റ്. സുഹൃത്തുക്കളെ, കേൾക്കുമ്പോൾ ഭ്രാന്തമായ ഒരു ആശയമായി തോന്നിയേക്കും. പക്ഷെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരണോ? ഹലോ, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അറിയണമോ? ആരുല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും പ്രോഫിറ്റിലായിരിക്കുമെന്ന്. ഒരാളല്ല, എല്ലാവരും പ്രോഫിറ്റില്. അതെന്താ അങ്ങനെ? 1:2 എന്ന റേഷ്യോ മാത്രം. 1:2 എന്ന റേഷ്യോ സങ്കല്പിക്കൂ. 5 ദിവസം നിങ്ങൾക്ക് നഷ്ടമാണ്, 5 ദിവസം ലാഭമാണെന്ന് വിചാരിക്കുക. 5 × 5 25 നഷ്ടം. 5 × 10 30 5 × 10 50 ലാഭം. 50 ലാഭവും നിങ്ങൾക്ക് 25 നഷ്ടവും വന്നാൽ നെറ്റ് റിസൾട്ട് 25 ലാഭം. സങ്കല്പിക്കൂ, നിങ്ങൾ 6 ദിവസം നഷ്ടമാണ്, ലാഭമല്ല കേട്ടോ, 6 ദിവസം നഷ്ടം. 6 × 5 30 നഷ്ടം. 4 ദിവസം ലാഭം. 4 × 10 40 ലാഭം. 40-ൽ നിന്ന് 30 പോയാൽ സ്റ്റിൽ 10 ലാഭം. ആ നെറ്റ് റിസൾട്ട് സങ്കല്പിക്കൂ, നിങ്ങൾക്ക് 7 നഷ്ടമാണ്. 10 ചാൻസിൽ 7 നഷ്ടം. 7 × 5 35 നഷ്ടം. 3 ലാഭം. 3 × 10 30 ലാഭം. നെറ്റ് റിസൾട്ട് ചെറിയ ലോസിലാണെങ്കിലും സ്റ്റിൽ നിങ്ങൾ വലിയ ഡാമേജിലേക്ക് പോകില്ല. നിങ്ങൾ ഈ ക്ലാസ്സിൽ കൂടി കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ എഴുതി തരാം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 5 എന്നത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ബഹുഭൂരിപക്ഷം ആളുകളും 6 ചാൻസുകൾ പോസിറ്റീവും 4 നഷ്ടത്തിലും. 5 പൈസയുടെ മുടക്കില്ല നമുക്ക് പരീക്ഷിക്കാൻ. 1 മിനിറ്റ് ഒരു ദിവസം സമയം ആവശ്യമുള്ളൂ. എന്ത് വെറുതെ ആലോചിക്കുന്നു, സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ്, പരിപാടി കഴിഞ്ഞു. നോക്കിയിരിക്കേണ്ട, കണ്ടെത്തേണ്ട, ശാസ്ത്രമില്ല, ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. ശാന്തമായ മനസ്സ് നോക്കുക വേണ്ടെന്ന്. അപ്പൊ നാളെ ഇന്ന് ചെയ്ത കച്ചവടത്തെ കുറിച്ച് ലാഭം നോക്കണോ? വേണ്ട. മറ്റന്നാൾ നോക്കണോ? വേണ്ട. 10 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് നോക്കിയാൽ മതി. മൊത്തത്തിൽ എന്തുണ്ടായി? നിങ്ങൾക്ക് ഇന്ന് തുടങ്ങുന്ന അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് കാര്യം. പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് നോക്കാമല്ലോ. അല്ലാതെ വാക്കാൽ പറഞ്ഞു പോകലല്ലോ. എക്സ്പെരിമെന്റ് ചെയ്യാം. അതിനുവേണ്ടി പുതിയ ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ട്രേഡുകൾ നടത്തുന്ന ആ അക്കൗണ്ടിലല്ല ഇത് പരീക്ഷിക്കേണ്ടത്. ഈ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി മാത്രം ഒരു പ്രത്യേകമായ ഡെമോ അക്കൗണ്ട്, ഒരു ട്രേഡ് മാത്രം ഒരു ദിവസം നടക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പോയി എന്നാ ഫ്രീ സ്റ്റൈൽ അല്ല കേട്ടോ, ഒരൊറ്റ പ്രാവശ്യം. കാരണം എന്താ? ഒരു പ്രാവശ്യം നിങ്ങൾ വില കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ സ്റ്റൈൽ അല്ല, നിങ്ങൾ കണ്ട വിലയെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്നവരായി മാറും. ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ എന്താ? അടിസ്ഥാനമില്ലാതെ ബ്ലൈൻഡായി മനസ്സിനെ വിടുക എന്ന കോൺസെപ്റ്റ്. ഒറ്റ പ്രാവശ്യമല്ലേ ഇപ്പൊ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് ആലോചിച്ചാൽ നേരത്തെ കണ്ട പ്രൈസ് മനസ്സിൽ തന്നെ വരില്ലേ? അത് ഡിലീറ്റ് ചെയ്യാൻ വഴിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പുതിയ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെല്ലാവരും സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണർ 3 വരകൾ, അതിൽ പോയി തൊടുക. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെനുവിൽ മുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ 5-മത്തത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കാണാം. സമ്മറി, ട്രേഡിംഗ്, ഓർഡേഴ്സ്, ട്രേഡിംഗ് പ്രിഫറൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്. എല്ലാവരും ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ തൊടുക.
എല്ലാവരും ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ തൊടുക. ഇനി സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്ത് ഒരു ചെറിയ പ്ലസ് സിമ്പിൾ ഉണ്ട്. താഴെ വലതുവശത്ത് അവിടെ പോയി തൊടൂ. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ആഡ് അക്കൗണ്ട് എന്നൊരു പേജാണ്. ആഡ് അക്കൗണ്ട്, അതിൽ സെലക്ട് ട്രേഡ് ഗ്രൂപ്പ്, അത് പോയി ഹിറ്റ് ചെയ്തോളൂ. അപ്പോൾ മെയിൻ എന്ന് വരും. ആദ്യം മെയിൻ. അടുത്തത് ലിവറേജ് എന്നാണ്. ആ ലിവറേജ് ഒന്ന് സെലക്ട് ചെയ്യൂ. എന്നിട്ട് എല്ലാവരും 1:100 എന്നെടുക്കുക. എന്താണ് ഈ 1:100? അതിന്റെ ആവശ്യം എന്ത്, റോൾ എന്തൊക്കെ വരും കേട്ടോ, എന്ന് പറയിടാവേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ഒന്നും സെലക്ട് ചെയ്യേണ്ടതില്ല, ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. ആഡ് അക്കൗണ്ട്, വെറുതെ ആഡ് അക്കൗണ്ട് എന്ന് കൊടുക്കൂ. അപ്പോഴേക്കും അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞു. അത്രേ സമയം ആവശ്യമുള്ളൂ. ഒരു അക്കൗണ്ട് ഉണ്ടായി, അതെവിടെ കാണുക? ഉണ്ടായതെങ്ങനെ നമ്മൾ കാണണ്ടേ? ഇത് ഏറ്റവും മുകളിൽ വെൽത്ത് എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെ അക്കൗണ്ട് നമ്പർ കണ്ടില്ലേ? അതിന്റെ വലതുവശത്ത് ചെറിയ ആരോ കണ്ടോ? അതിൽ പോയി തൊട്ടോളൂ. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ പല അക്കൗണ്ട് തെളിഞ്ഞു വന്നു. ഞാൻ 3 ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ സ്ക്രീൻ 3 കാണും. നിങ്ങൾ 2 ഉണ്ടാക്കിയതുകൊണ്ട് 2 കാണും. അപ്പൊ രണ്ടാമത് നിങ്ങളുടെ സ്ക്രീനിൽ താഴെ കാണുന്ന അക്കൗണ്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ക്രമത്തിൽ ഏറ്റവും താഴെയുള്ളതായിരിക്കും ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നോക്കുമ്പോൾ ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട എല്ലാ ഐറ്റംസും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കുറെ ഒഴിവാക്കി ഡിലീറ്റ് ഒക്കെ പഠിച്ചു. അത് ഇതിലും ചെയ്ത് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ അക്കൗണ്ടിൽ പൈസ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ ട്രേഡിന്റെ തൊട്ട് ചേർന്ന് ചാർട്ടിന്റെ തൊട്ട് താഴെ ഓർഡേഴ്സിൽ പോയി തൊടുക. ഓർഡേഴ്സ്, ഇവിടെ നിങ്ങൾ എന്താ കണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ട്, വലതുവശത്ത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ ഉണ്ട്. അക്കൗണ്ട് കറൻസി $, ആണ്. ഇക്വിറ്റി എത്ര പൈസ ഉണ്ട്? 0 പൈസ ഇല്ലെന്ന്. അപ്പൊ എങ്ങനെ ട്രേഡ് ചെയ്യുക? നടക്കുമോ? ഇല്ല. പൈസ ഇടണം. അപ്പൊ ഡെമോ ഉണ്ടാക്കിയാൽ പോരാ, ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ പൈസ നിക്ഷേപിക്കണം. റിയൽ പൈസ പോക്കറ്റിൽ നിന്നല്ല, ഡെമോ. അതെങ്ങനെ ഇടുക? എല്ലാവരും ഒരുമിച്ച് സ്ക്രീനിന്റെ മുകളിൽ ഇടതുവശത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണർ 3 വരകൾ, അതില് നിങ്ങൾ സമ്മറി, ട്രേഡിംഗ്, ഓർഡേഴ്സ്, ട്രേഡ് പ്രിഫറൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, എന്നിട്ട് കണ്ടോ ഡെപ്പോസിറ്റ് എന്ന്. ആ ഡെപ്പോസിറ്റ് പോയി തൊടൂ. ഡെപ്പോസിറ്റ്, എല്ലാവരും ഡെപ്പോസിറ്റ് പോയി തൊടുക. ഇപ്പോൾ സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്ത് നിങ്ങൾക്കൊരു പ്ലസ് സിമ്പിൾ ഉണ്ട്. ആ പ്ലസ് സിമ്പിളിൽ പോയി തൊടുക. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് അക്കൗണ്ട്, നമുക്ക് നേരത്തെ പരീക്ഷിച്ച ഡെമോ അക്കൗണ്ട് ഇല്ലേ, അതിലേക്കും പൈസ ഇടാട്ടോ. ഏത് അക്കൗണ്ടിലും നമുക്ക് ഡെമോ പൈസ ഇടാം. അതിൽ സെലക്ട് അക്കൗണ്ട് കൊടുക്കുക. സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിലേക്കാണ്, അപ്പൊ ലാസ്റ്റ് ഉള്ള അക്കൗണ്ടിൽ അതിലെ പൈസ ഇല്ലാത്തത് അതിൽ പോയിട്ടു. ഡേറ്റ് വന്നു, കറൻസി $. ഡോളർ മാറ്റി ഇന്ത്യൻ രൂപയാക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരും ഇപ്പൊ തന്നെ. എമൗണ്ട്, എല്ലാവരും എമൗണ്ട് കൊടുത്തോളൂ. 1,00,000 എന്ന് കൊടുത്തോളൂ. 1,00,000 എന്ന് എമൗണ്ട് കൊടുക്കുക. 100,000. സുഹൃത്തുക്കളെ, ഇനി ആഡ് ഡെപ്പോസിറ്റ് എന്നത് കൊടുക്കുക. ആഡ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ അത് പൈസ വന്നു എന്നറിയണ്ടേ? നമ്മളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എവിടെ കാണുക? സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ ട്രേഡിന്റെ തൊട്ട് ചേർന്ന് ചാർട്ടിന്റെ നേരെ ചേർന്ന് ഓർഡേഴ്സിൽ പോയി തൊടുക. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ പൈസ വന്നത് കാണാൻ പറ്റും. ഈ പൈസ ഇപ്പൊ ഡോളറിലല്ലേ? ആ ഡോളറിലുള്ള പൈസ നമുക്ക് മാറ്റിയിട്ട് അത് ഇന്ത്യൻ രൂപയിലേക്ക് ആക്കണമെന്ന് വിചാരിക്കുക. ഇന്ത്യൻ രൂപയിലേക്കൊക്കെ ആക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള മാറ്റാൻ പറ്റുമോ? സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ഈ MNT07 എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത പറയാം. ഇത് റീറ്റെയിൽ രംഗത്തെ ആളുകൾ വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. കോർപ്പറേറ്റ് രംഗത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്ന HNI കസ്റ്റമേഴ്സ്, മൾട്ടിപ്പിൾ $1 മില്യൺ കച്ചവടം നടത്തുന്നവർ, അവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ഉപയോഗിക്കുന്ന ആളുകൾ. അത്
വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് കാലം ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റീസെന്റ് റീറ്റെയിൽ രംഗത്ത് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, കാരണം അത് ഉപയോഗിക്കുന്നത് റീറ്റെയിലുകാരാണ്, കോർപ്പറേറ്റുകാരും മൊബൈൽ നോക്കി എല്ലാ പരിപാടി അതിന് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ബിസിനസ് നടത്തിപ്പോകുക. അപ്പോൾ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പല രാജ്യങ്ങളിൽ യൂണിറ്റ് ഉണ്ടാകും, പല സ്ഥലത്ത് വെൽത്ത് മാനേജേഴ്സ് ഉണ്ടാകും. അവരവരുടെ രാജ്യത്തുള്ളവർക്ക് സ്വന്തം കറൻസിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഉദാഹരണം, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്ക് ഇന്ത്യൻ രൂപയിലാണ് ഇത് കണക്ക് കാണുന്നതെങ്കിൽ എളുപ്പമാണ്. നമുക്ക് എത്ര കിട്ടി, എത്ര പോയി, എങ്ങനെ വന്നു, എത്ര എടുക്കണം, നഷ്ടം വരണം, ലാഭം ഒക്കെ എളുപ്പമാണ്. ഡോളറിൽ വരുമ്പോൾ ഡോളറില്ലേ ഇത് എന്ന് പറഞ്ഞ് എത്രയായിരിക്കും, ഒരു കണക്കൂടി കൂട്ടണം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് ഡോളർ മാറ്റി ഇന്ത്യൻ രൂപയിലേക്ക് ആക്കുക, നമുക്ക് ചെയ്തു നോക്കാം. സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ ട്രേഡിന്റെ ചേർന്ന് ചാർട്ടിനോട് ചേർന്ന് ഓർഡേഴ്സിന് തൊട്ട് ചേർന്ന് പ്രിഫറൻസസ് എന്നുണ്ടോ, പ്രിഫറൻസ്, ആ പ്രിഫറൻസിൽ പോയി തൊടൂ. പ്രിഫറൻസ് എന്നതിൽ എല്ലാവരും വന്ന് തൊടുക. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രിഫറൻസ് വന്ന് തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ അക്കൗണ്ടിന്റെയും വലതുവശത്ത് പെൻസിൽ മാർക്ക് ഒരു ചിഹ്നമുണ്ട്, ഒരു പെൻസിൽ മാർക്ക് ചിഹ്നം. ആ പെൻസിൽ മാർക്ക് ചിഹ്നത്തിൽ തൊടൂ. ബേസ് കറൻസി എന്നത് US ഡോളർ അല്ലേ, ബേസ് കറൻസി. അത് മാറ്റിയിട്ട് അതിൽ പോയി തൊടൂ. പല കറൻസികളുണ്ട്, നമുക്ക് എന്ത് വേണേലും ആക്കാൻ കേട്ടോ. ഏറ്റവും താഴെ ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്, അതിൽ പോയി തൊടൂ. താഴെ കാണുന്ന അപ്ഡേറ്റ് പ്രിഫറൻസസ് എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ പോയി തൊടുക. അപ്പോഴേക്ക് ഇന്ത്യൻ രൂപയാകും. ഓർഡേഴ്സ് എന്ന പേജ് സ്ക്രീനിന്റെ താഴെ ഓർഡേഴ്സിൽ പോയി തൊടൂ, ഇന്ത്യൻ രൂപയായി. അക്കൗണ്ട് നമ്പറിന്റെ താഴെ അക്കൗണ്ട് കറൻസി INR, ഇക്വിറ്റി ഇപ്പോൾ എത്രയാണ് വില ഇന്ത്യൻ രൂപയ്ക്ക്, അത് കണക്കാക്കി അത് ഡോളർ മാറി ഇന്ത്യൻ രൂപ 88,77,000 ചില്ലറ രൂപ. ഇനി നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ ബൈ ചെയ്യുമ്പോൾ സെല് ചെയ്യുമ്പോൾ എത്ര മാർജിൻ, എത്ര ലാഭം കിട്ടി, നഷ്ടം കിട്ടി, ഇതൊക്കെ ഇന്ത്യൻ രൂപയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാമെന്ന്, ഏത് കറൻസി നിങ്ങൾക്ക് ഇണങ്ങുന്ന രീതി. ഇപ്പൊ മിഡിൽ ഈസ്റ്റ്, നിങ്ങൾ ദുബായിൽ നിന്ന് ഷാർജ, അബുദാബി ഒക്കെ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, ഭൂരിപക്ഷം ആൾ അവിടെ നിന്നൊക്കെയാണ്. അങ്ങനെയുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നേരെ ചെയ്തു നോക്കുക. ഇതേ പറഞ്ഞ പരിപാടി നിങ്ങളുടെ ദിറംസിലേക്ക് മാറ്റുക, UK താമസിക്കുന്ന പൗണ്ടിലേക്ക് മാറ്റി നോക്കുക, അതേ കാര്യമുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ നിങ്ങൾക്ക് വീണ്ടും പ്രിഫറൻസസിൽ വരും. പ്രിഫറൻസ്, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ US ഡോളർ അക്കൗണ്ട് ഉണ്ട്, INR അക്കൗണ്ട് ഉണ്ട്. ഈ INR അക്കൗണ്ട് മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും US ഡോളർ ആക്കുന്നത് എങ്ങനെയാണ്, കറൻസി ബേസ് കറൻസി പോകുക, US ഡോളർ എന്ന് എടുക്കുക. വേറൊരു പരിപാടിയില്ലെന്ന്, ഇതിന് വലിയ റോക്കറ്റ് സയൻസ് നമ്മൾ കണക്കൂട്ടി കൺവേർട്ട് ചെയ്യാൻ പോയി ഒന്നുമില്ല. വെറുതെ തൊടുക, അപ്ഡേറ്റ് പ്രിഫറൻസ് കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. നിങ്ങളുടെ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ ഡോളറായി മാറി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം, അതിന് ലിമിറ്റ് ഒന്നും ഉണ്ടാവരുത്. അപ്പൊ സുഹൃത്തുക്കളെ, എത്ര ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കാൻ കേട്ടോ. എന്താ ഇത് പറയാൻ കാരണം എന്നറിയോ, ഇന്ന് നിങ്ങളെ കൊണ്ട് മൂവിങ് ആവറേജ് ഫ്രീ സ്റ്റൈൽ ഉപയോഗിക്കാൻ വേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കി. നിങ്ങൾ സ്വന്തമായി ഇന്ന് 2 അക്കൗണ്ട് ഉണ്ടാക്കണം. ഇത് അസൈൻമെന്റ് ആണ്. എന്താണ്, എന്തിനൊക്കെ വേണ്ടിയാ? ഒരെണ്ണം മൂവിങ് ആവറേജ് പ്രകാരമുള്ള അവസരം കിട്ടിയാൽ അതെടുക്കാൻ. മൂവിങ് ആവറേജ് 40ന്റെ മുകളിൽ പുതിയ ക്യാൻഡിൽ തുറക്കുന്നത് കണ്ടാൽ വാങ്ങണം, അതിനൊരു സംഭവമാണ്. ക്ലൗഡ് എന്ന റൂളിന് പുറത്ത് ഒരു പുതിയ ക്യാൻഡിൽ തുറന്നാൽ അത് അവസരം എടുക്കണം, അതിന് വേറെ ഇൻഡിക്കേറ്റർ വേണം, വേറെ തരം അക്കൗണ്ട് വേണം. അപ്പൊ 2 പുതിയ അക്കൗണ്ടുകൾ കൂടി നിങ്ങൾ തുടങ്ങണം. അതിൽ എല്ലാ അക്കൗണ്ടിലും ഒരേ തുക നിക്ഷേപിക്കുക, 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം. അപ്പോഴാണ് ഏത് ശൈലി ഉപയോഗിച്ചപ്പോഴാണ് കൂടുതൽ ലാഭം നമുക്ക് കിട്ടിയതെന്ന് അറിയാൻ പറ്റുക. പരീക്ഷിക്കണമല്ലോ, ഏത് ശൈലിയാണ് നിങ്ങൾക്ക് ഉചിതം. ശാസ്ത്രീയമായിരിക്കണം സുഹൃത്തുക്കൾ, അല്ലാതെ ആരോ പറഞ്ഞു കേട്ട് യൂട്യൂബിലെ വീഡിയോ കണ്ട് എന്നാ പോയി കച്ചവടം ചെയ്യുക, അങ്ങനെയല്ല. ഇത് ഓരോ വ്യക്തികളും തീരുമാനമെടുക്കുന്നത് വ്യത്യസ്തമാണെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരേ ചോദ്യത്തിന് നിങ്ങൾ തരുന്ന ഉത്തരങ്ങൾ നിങ്ങളോട് തെളിയിച്ചു, എന്നോട് തെളിയിക്കാനല്ല, നിങ്ങൾക്ക് ബോധ്യം വരാനാണ്. ഒരേ സമയത്ത് പല വ്യക്തികൾ പല തീരുമാനമെടുക്കുമെന്ന്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് വേറെ വേറെയല്ലേ. അതുകൊണ്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതും ഇണങ്ങുന്നതും വേറെ വേറെ ശൈലിയാണ്. ഈ 3ൽ ഏതെന്ന് പരീക്ഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതാണ് സയന്റിഫിക് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ ബിസിനസ്, അല്ലാതെ പറഞ്ഞു കേട്ട് ചെയ്യലാകരുത്. സുഹൃത്തുക്കളെ, എങ്ങനെ ഡെമോ കൊണ്ട് ഉണ്ടാക്കുന്നത് മനസ്സിലായി. ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മൂവിങ് ആവറേജ് 100ഉം മൂവിങ് ആവറേജ് 200ഉം.
എന്താണത്? റെസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ എന്ന് വിളിക്കുന്നു. മൂവിംഗ് ആവറേജ് 14, മൂവിംഗ് ആവറേജ് 21, മൂവിംഗ് ആവറേജ് 100, മൂവിംഗ് ആവറേജ് 200. ഈ 4 ഒരു കോമ്പിനേഷനാണ്, ഒരു സെറ്റാണ്. പക്ഷേ മൂവിംഗ് ആവറേജ് 14ഉം 21ഉം കച്ചവടം തുടങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഏത് വിലയ്ക്ക് തുടങ്ങണം, ഇത്ര വിലയ്ക്ക് തുടങ്ങാം, ഇപ്പോൾ തുടങ്ങണം എന്ന് തീരുമാനിക്കാൻ 14ഉം 21ഉം ഉപയോഗിക്കുന്നു. അപ്പോൾ 100ഉം 200 ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസുകൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ വില മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. മൂവിംഗ് ആവറേജ് 100 മുകളിലുണ്ടെന്ന് വിചാരിക്കുക. അതിങ്ങനെ മുകളിൽ പോയി അവിടെ തൊട്ട് തടഞ്ഞു നിൽക്കുമെന്ന്, റെസിസ്റ്റ് ചെയ്യാണ്, മുകളിലേക്ക് കടത്തിവിടില്ല. അവിടെ തട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ചു താഴേക്ക് വരും. അപ്പോൾ ക്യാൻഡിൽസിനേക്കാളും മുകളിലാണ് മൂവിംഗ് ആവറേജ് 100 ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ 200 ഉള്ളതെങ്കിൽ അവിടെ റെസിസ്റ്റ് ചെയ്യുകയും തിരിച്ചു താഴേക്ക് വരികയും ചെയ്യും. പകരം മൂവിംഗ് ഈ ക്യാൻഡിൽസിനേക്കാളും താഴെയാണ് മൂവിംഗ് ആവറേജ് 100 ഉള്ളതെങ്കിൽ ക്യാൻഡിൽസ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ആ ലൈനിൽ വന്ന് തൊട്ട് തടഞ്ഞുകൊണ്ടേ നിൽക്കും, എന്നിട്ട് തിരിച്ചു കയറിപ്പോരും. അപ്പോൾ ക്യാൻഡിൽസിന്റെ താഴെയാണോ മൂവിംഗ് ആവറേജ് 100, ക്യാൻഡിൽസിന്റെ മുകളിലാണോ 100? ക്യാൻഡിൽസിന്റെ താഴെയാണെങ്കിൽ അത് സപ്പോർട്ട് എന്നും മുകളിലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്നും വിളിക്കുന്നു. എക്സിറ്റ് പോയിന്റുകൾ കച്ചവടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. 10ാമത്തെ സെഷൻ എത്തുമ്പോഴാണ് ഇത് പ്രാക്ടിക്കൽ ഉപയോഗത്തിലേക്ക് നമ്മൾ പരുവമാകുള്ളൂ. എക്സിറ്റ് പോയിന്റ്സ് എന്ന് പറയും അതിന്. ആ സെഷനിൽ കൃത്യമായി തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി 12 മണിക്ക്, അർദ്ധരാത്രിയിൽ കേട്ടോ, ഗോൾഡിന്റെ വിലയിൽ ഇപ്പുണ്ടായ ചാഞ്ചാട്ടത്ത് കാരണം റിയൽ പൈസ മുടക്കി കച്ചവടം ചെയ്യുന്നവർക്ക് നാളെ ടെൻഷൻ ആയിരിക്കും. അവർക്ക് നാളെ അവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കും. രാത്രിയൊന്നും പകലൊന്നും ഇല്ല. ഒരു മെസ്സേജ് വിട്ടാൽ 100 ആളുകൾ, 100-200 ആളുകൾ എങ്ങനെ വന്നാലും വന്ന് അതിൽ നാളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ട വരും. നിങ്ങൾക്ക് എന്താണ് അവർ റിയൽ ബിസിനസ് ചെയ്യുന്നവർ കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാം. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? മാർക്കറ്റ് ഡിസ്കഷൻ എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും നടക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ പേര് മാർക്കറ്റ് ഡിസ്കഷൻ. വൈകുന്നേരം ഇന്ത്യൻ സമയം 6:30 6:30 സമയമുണ്ടോ? തിങ്കൾ മുതൽ വെള്ളി വരെ ഈ പ്രോഗ്രാം നടന്നിരിക്കും. എത്രയോ വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങില്ല അത്. മാർക്കറ്റ് അവധിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഡിഫറെന്റ് കേസാണ്. അപ്പൊ അതെങ്ങനെയാ? 5 മിനിറ്റ് മുതൽ 10 മിനിറ്റേ ഉള്ളൂ. സമയം നിങ്ങൾക്ക് സമ്മതിക്കുമെങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, വൈകുന്നേരം 6:30 നിങ്ങൾ ആ ലിങ്കിൽ കയറണം. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും. മാർക്കറ്റ് ഡിസ്കഷൻ എന്നാണ് അതിന്റെ പേര്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. വരുന്ന ആഴ്ചയിൽ, നാളെ വീക്കെൻഡിന്റെ തയ്യാറെടുപ്പായതുകൊണ്ട് വരുന്ന ആഴ്ചയിൽ ഏതൊക്കെ അവസരങ്ങൾ എപ്പോഴൊക്കെ നമുക്ക് എടുക്കാം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡ്ലൈൻസ്. ഇത് മുൻകൂട്ടി ഏത് ദിവസം മാറി നിൽക്കണം, അപകടം നിറഞ്ഞ ദിവസം ഏത്, ഇതൊക്കെ തിരിച്ചറിഞ്ഞു പോകുന്ന, അഡ്വാൻസായി അറിഞ്ഞു പോകാൻ പറ്റുന്ന സെഷൻ. സുഹൃത്തുക്കളെ, പങ്കെടുക്കുന്നത് ആരൊക്കെയോ അല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ല, റിയൽ ബിസിനസ്സിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയവരും സാധാരണക്കാരായ ആളുകളും എല്ലാവരും പങ്കെടുക്കുന്ന സെഷൻ. നിങ്ങൾ അക്കാഡമിക് സെൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നിലയിൽ സമയം സമ്മതിക്കുമെങ്കിൽ അത് പങ്കെടുത്തു പോകണം. അതെനിക്ക് പറയാനുള്ളത്. ഇന്ന് രാത്രി 12 മണിക്കുണ്ട് കേട്ടോ. ഇന്ന് ത്തിന്റെ ഒരു സമാധാന പാതയിൽ എത്തിയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് രാത്രി 12 മണിക്കുണ്ട്. ലിങ്ക് അയച്ചു തരാം. സമയം സമ്മതിക്കുന്നവർ അത് കയറിക്കൊള്ളുക. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാൻ നിങ്ങളെ ഇനി തയ്യാറാക്കുന്നത് മൂവിംഗ് ആവറേജ് 100ഉം 200ഉം സെറ്റ് ചെയ്യലാണ്. സ്ക്രീനിന്റെ താഴെ ഇടതുവശത്ത് നിങ്ങൾക്ക് ട്രേഡിനോട് തൊട്ട് ചേർന്ന് ചാർട്ട് കാണാം. ചാർട്ടിൽ വരൂ. ചാർട്ട് ചാർട്ടില് സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്ത് ചെറിയ ആരോ ഉണ്ടല്ലോ, ആരോയിൽ പോയി തൊട്ടോളൂ. അവിടെ തൊടുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്ത് വരുന്ന യൂറോ USD, ആ യൂറോ USD പോയി തൊട്ടോളൂ. അവിടെ നിന്ന് നിങ്ങൾ XAUSD ഗോൾഡ് തിരഞ്ഞെടുക്കുക. XAUSD ഗോൾഡ് തിരഞ്ഞെടുക്കുക.
സുഹൃത്തുക്കളെ, നിങ്ങൾ ഗോൾഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് മൂവിങ് ആവറേജ് 100 എന്ന ടൂള് നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡിന്റെ ചാർട്ട് വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോൾഡിന്റെ ചാർട്ട് വന്നു എങ്കിൽ സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ വലതുവശത്ത് ചെറിയ ആരോ ഉണ്ടാകും. ആ ചെറിയ ആരോയിൽ പോയി തൊടുക. അതിനു മുമ്പ് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ട് സേവിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ഗോൾഡിന്റെ ചാർട്ട് വന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ്, സ്ക്രീനിന്റെ മുകളിൽ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി തൊടുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയി തൊട്ടാൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സെർച്ച് ഫീൽഡിൽ ചെല്ലുമ്പോൾ മൂവിങ് എന്ന് കൊടുക്കുക. മൂവിങ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്ന് എണ്ണി നോക്കിയാൽ ആറാമത്തത് മൂവിങ് ആവറേജ് എന്ന് കാണാം. അതിൽ 2 പ്രാവശ്യം തൊടണം. ആദ്യത്തെ പ്രാവശ്യം തൊടുമ്പോൾ ഒരു ലൈൻ വരും, രണ്ടാമത്തെ തൊടുമ്പോൾ ഒന്നുകൂടി ലൈൻ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ വലതുവശത്തുള്ള ഇൻഡു മാർക്കിൽ പോയി തൊടാം. അവിടെ നിങ്ങൾക്ക് XAUSD തൊട്ട് താഴെ ഗോൾഡിന്റെ പ്രൈസും അതിന്റെ തൊട്ട് താഴെ MA9 എന്ന് 2 പ്രാവശ്യം വന്നിട്ടുണ്ടാകും. MA9 എന്ന് 2 പ്രാവശ്യം വന്നിട്ടുണ്ടാകും. ആ MA9 ആദ്യത്തേതിൽ എല്ലാവരും പോയി തൊടുക. MA9 എന്നതിൽ ആദ്യത്തേതിൽ എല്ലാവരും തൊടുക. വലതുവശത്ത് റെക്ടാങ്കുലർ ബോക്സിന്റെ വലതുവശത്ത് 3 കുത്തുകൾ, ആ 3 കുത്തുകളിൽ പോയി തൊടുക. 3 ഡോട്ട്സ്. സ്ക്രീനിന്റെ ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്നാണല്ലോ, സെറ്റിംഗ്സിൽ പോയി തൊടുക. സെറ്റിംഗ്സിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് എന്നതിന്റെ അടുത്ത് 100 എന്ന് കൊടുക്കുക. 100 ലെങ്ത്തിൽ 100 കൊടുക്കുക. സ്മൂത്തിങ് ലെങ്ത് എന്നതിൽ വീണ്ടും 100 കൊടുക്കുക. ഇനി നിങ്ങൾ ഓക്കെ കൊടുക്കുക. മൂവിങ് ആവറേജ് 100 എന്നത് പക്ഷെ കളർ മാറ്റിയില്ല, നമുക്ക് നിറം കൂടി മാറ്റണമായിരുന്നു. അത് നമുക്ക് മാറ്റാം. തൊട്ട് താഴെ വീണ്ടും MA9 എന്ന് കാണാം. നിങ്ങൾക്ക് MA9, ആ MA9 പോയി തൊടുക. വലതുവശത്ത് 3 കുത്തുകൾ, ആ 3 ഡോട്ട്സിൽ എല്ലാവരും പോയി തൊടുക. സ്ക്രീനിന്റെ താഴെ സെറ്റിംഗ്സിൽ പോയി തൊടുക. സ്ക്രീനിന്റെ താഴെ സെറ്റിംഗ്സ്. ലെങ്ത് എന്നതിൽ എല്ലാവരും 200 എന്ന് കൊടുക്കുക. 200. സ്മൂത്തിങ് ലെങ്ത് എന്നതിൽ വീണ്ടും 200 എന്ന് കൊടുക്കുക. സ്റ്റൈൽ എന്നതിൽ വരിക. സ്റ്റൈൽ
നിറം മാറ്റാനായിട്ട് നിറങ്ങളുടെ ബോക്സിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ബ്ലാക്ക് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഏത് നിറവും എടുക്കാം. നിറങ്ങളുടെ ബോക്സ് കളയാൻ വേണ്ടി പുറത്തെവിടെയും പ്രസ് ചെയ്യാം. ഇനി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഉണ്ടായ ചാർട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് അത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്ത് മൂവിങ് ആവറേജ് 100ഉം 200ഉം ക്യാൻഡിൽസിനേക്കാൾ അല്പം ദൂരെ ആയിരിക്കും കേട്ടോ. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അത് മുകളിലാണെങ്കിലും ക്യാൻഡിൽസ് നിൽക്കുന്നേക്കാളും കുറെ കൂടി ദൂരെ ആയിരിക്കും സാധാരണഗതിയിൽ 100ഉം 200ഉം വരിക. കാരണം അതാണ് സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളുമായി ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ വലതുവശത്ത് മുകളിലായിട്ട് ആരോയിൽ പോയി തൊടുക. XAUSD വലതുവശത്ത് ഫയലുണ്ട്, ഫ്ലോപ്പി ചിഹ്നമുള്ളത് സേവ് ചെയ്യാനായിട്ട്. ലേഔട്ട് നെയിം കൊടുക്കുക. അതിൽ എല്ലാവരും MA200 എന്ന് കൊടുക്കുക. MA200ഓ MA100ഓ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ. ഇനി എല്ലാവരും സേവ് കൊടുക്കുക. സേവ് എന്നത് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ആ ഫ്ലോപ്പിയുടെ ഒക്കെ ഷേപ്പിന് തൊട്ട് ചേർന്ന് ഒരു ഫയലിൻ്റെ ആണല്ലോ, ആ ഫയലിൽ പോയി തൊടുക. നിങ്ങൾ തയ്യാറാക്കിയ ലോഡ് ചെയ്തിരിക്കുന്ന ചാർട്ട് ഏതാണോ അത് കൃത്യമായി വരും അതിൽ. അപ്പോൾ അത് ലോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ അത് എപ്പോൾ എടുത്താലും അത് പിന്നെ തിരിച്ച് അത് തന്നെ വരികയും ചെയ്യും. സുഹൃത്തുക്കളെ, ഒരു ചാർട്ട് സംവിധാനം ഉണ്ടാക്കുന്നത് എങ്ങനെ, സേവ് ചെയ്യുന്നത് എങ്ങനെ, അത് പലതരത്തിലുള്ള ലേഔട്ടുകൾ സേവ് ചെയ്യുന്നത് എങ്ങനെ, ഒരു കറൻസിയിൽ നിന്ന് വേറെ കറൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെ, ട്രേഡ് ബൈ ചെയ്തുകൊണ്ടോ സെല് ചെയ്തുകൊണ്ടോ നിലവിലില്ലാത്ത മറ്റൊരു വിലയ്ക്ക് നടത്തുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിച്ചു. ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ട്രേഡുകൾ ഒരേ സമയത്ത് എടുത്തുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നത്. ഒരു ഐറ്റം അല്ല, പല ഐറ്റംസിന്റെ കുറെ ട്രേഡുകൾ നമുക്കത് ചെയ്തു വെക്കാം. സുഹൃത്തുക്കളെ, സ്ക്രീനിന്റെ താഴെ ഇടതുവശത്ത് ട്രേഡിൽ വരിക. എന്നിട്ട് നേരത്തെ നിങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ അക്കൗണ്ട് അല്ല, നേരത്തെ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ട് എടുക്കുക. ഒന്നും പോലെ ട്രേഡ് പരിശീലിച്ചത്. അതിലെല്ലാവരും സുഹൃത്തുക്കളെ XAUSD എന്നതിൽ ടാപ്പ് ചെയ്യുക. XAUSD ടാപ്പ് ചെയ്യുക. വോളിയൊന്നും മാറ്റൊന്നും വേണ്ട, വെറുതെ ബൈയോ സെല്ലോ എന്തെങ്കിലും ചെയ്യുക. വെറുതെ നമുക്കൊരു 4 ട്രേഡ് നടത്താം, അത്രയേ ഉള്ളൂ. വീണ്ടും ട്രേഡ് കൊടുക്കുക, ബൈ ഓർ സെൽ, വെറുതെ ചെയ്തേക്കുക. വീണ്ടും ട്രേഡ് കൊടുക്കുക, ബൈ ഓർ സെൽ, വെറുതെ അങ്ങ് നടക്കട്ടെ. വീണ്ടും ബൈ ഓർ സെൽ, അടുത്തൊരെണ്ണം കൂടി. അങ്ങനെ 4 എണ്ണം ഗോൾഡ് വാങ്ങുവോ വിൽക്കുവോ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്താ അറിയാമോ, നിങ്ങളുടെ സ്ക്രീനിന്റെ മുകളിൽ പൊസിഷൻ സ്കെഡ്യൂൾഡ് ഹിസ്റ്ററി, തൊട്ടു താഴെ വലതുവശത്ത് ക്ലോസ് ഓൾ, ഇടതുവശത്ത് സെലക്ട്. വലതുവശത്ത് ക്ലോസ് ഓൾ, ഇടതുവശത്ത് സെലക്ട്. വലതുവശത്ത് ക്ലോസ് ഓൾ എന്നത് ക്ലിക്ക് ചെയ്താൽ എല്ലാം അവസാനിപ്പിക്കാം. സെലക്റ്റിൽ പോയാൽ ഏതെങ്കിലും 1, 2, 3 നമുക്ക് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ വലതുവശത്ത് ക്ലോസ് ഓളിന് പകരം ക്ലോസ് സെലക്റ്റഡ് ആയി മാറും. ഇതുമല്ല എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക്
വലതുവശത്ത് ക്ലോസ് സെലക്റ്റഡ് എന്നോ ക്ലോസ് ഓൾ എന്നോ, ഇടതുവശത്ത് സെലക്ട് എന്നല്ല, നടുക്ക് വേറൊന്നുമില്ലല്ലോ, നടുക്ക് വേറൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇനി അവിടെ വേറെ ഐറ്റംസ് നമ്മൾ ട്രേഡ് ചെയ്യാണ്. ഗോൾഡ് മാത്രമല്ല, വേറെ ഐറ്റംസ് കൂടി ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ മാറ്റം വരുന്നത് നോക്കിയിട്ട് പറയാം ബാക്കി. സ്ക്രീനിന്റെ താഴെ ഇടതുവശത്ത് ട്രേഡിൽ വരിക, GBP USD പോകുക, ബൈയോ സെല്ലോ എന്തെങ്കിലും ഒരെണ്ണം നടത്തുക, വീണ്ടും ട്രേഡിൽ പോകുക, ബൈ ഓർ സെൽ ഏതെങ്കിലും നടത്തുക, വീണ്ടും പോകുക, GBP USD ബൈ ഓർ സെൽ എന്തെങ്കിലും നടത്തുക. 3 ബ്രിട്ടീഷ് പൗണ്ട് എടുത്തു. വീണ്ടും ട്രേഡിൽ വരിക, യൂറോ USD ബൈയോ സെല്ലോ ഏതെങ്കിലും നടത്തുക. വീണ്ടും യൂറോ USD എടുക്കുന്നു, ബൈ ഓർ സെൽ എന്തെങ്കിലും നടത്തിയേക്കുക. വീണ്ടും അത് തന്നെ യൂറോ USDയുടെ ബൈയോ സെല്ലോ എന്തെങ്കിലും നടത്തിയേക്കുക. അപ്പം അങ്ങനെ കുറെ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നടുക്കൊരു സംഭവം വന്നുണ്ടോ? ക്ലോസ് ബൈ സിമ്പിൾ. നേരത്തെ ക്ലോസ് ബൈ സിമ്പിൾ എന്നൊരു സംഭവം ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ബൈ സിമ്പിൾ ഉണ്ട്. എന്തേ കാര്യം? സുഹൃത്തുക്കളെ, നമ്മൾ പല ഐറ്റംസ് കച്ചവടം ചെയ്ത് കഴിഞ്ഞ് യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പലതും ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നു. ഇതെല്ലാം യൂറോനെ ബാധിക്കും. ബ്രേക്കിംഗ് ന്യൂസ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് റീറ്റെയിൽ കച്ചവടക്കാർക്ക് ഉപരി ബൾക്കായി ഒരുപാട് ലോട്ട് കച്ചവടം ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നിലയിൽ ഒരുപാട് ട്രേഡുകൾ ഉണ്ടാവും. ഇപ്പോൾ യൂറോ കച്ചവടം നടത്തി അവസാനിപ്പിക്കാൻ ഓരോന്നിലും പോയി ഞെക്കി ക്ലോസ് ചെയ്ത് കുറേ സമയം എടുക്കും. ഒരു 10-20 കച്ചവടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്ന് മാർക്കറ്റിൽ ഇന്ന കാര്യങ്ങളെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രോസസ്സാണ്. ക്ലോസ് ബൈ സിമ്പിൾ എന്നുണ്ടോ നടുക്കുള്ള ബട്ടൺ, അതിൽ പോയി തൊടുക. എന്താണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത്? യൂറോയുമായി ബന്ധപ്പെട്ട ന്യൂസ്. അപ്പോൾ യൂറോ USD തൊടുക. അപ്പോൾ യൂറോ USD ഏതൊക്കെയുണ്ടോ തനിയെ സെലക്ട് ചെയ്യപ്പെട്ടുള്ളൂ. നമ്മൾ ഓരോന്ന് പോയി തപ്പിയെടുക്കേണ്ടതില്ല. ക്ലോസ് സെലക്റ്റഡ് എന്ന് അതിൽ പോയി തൊടുക, കണ്ടിന്യൂ ചെയ്യുക, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അടുത്തത് ക്ലോസ് ബൈ സിമ്പിൾ കൊടുക്കുന്നു. എനിക്ക് ഗോൾഡ് അവസാനിപ്പിക്കണം, ഗോൾഡിൽ പോയി തൊടുന്നു, ക്ലോസ് സെലക്റ്റഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, അത് പരിപാടി കഴിഞ്ഞു. എല്ലാം അവസാനിച്ചില്ലെങ്കിൽ രണ്ടാമത് ക്ലിക്ക് ചെയ്യണോ? അത് ശ്രദ്ധിച്ചു പോവുകയും ചെയ്യണം. XAUSയുടെ ഒരെണ്ണം ബാക്കിയുണ്ട്, അത് ഞാൻ എടുക്കുകയാണ്, അതിനെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. GBP USD സെയിം, കണ്ടിന്യൂ കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. എങ്ങനെയാണ് ബൾക്കായി കച്ചവടം അവസാനിപ്പിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഐറ്റംസിന് മാത്രം അവസാനിപ്പിക്കുക, ഏതെങ്കിലും ഒരെണ്ണം മാത്രമായി എടുക്കുക. അങ്ങനെ ഇതൊക്കെ പോസിബിൾ ആണ്. എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. എല്ലാ പരിപാടികളും നിങ്ങൾ ഡെമോയിലായിട്ട് പരീക്ഷിക്കുന്നത്, ഡെമോയിലുള്ള ഈ പറയുന്ന സ്ലോ മോഷൻ പുറത്തുകൾ അതൊക്കെ ഡെമോയിൽ തന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് കൃത്യമായി കുറെ പരീക്ഷിക്കണം. പക്ഷെ പരീക്ഷിക്കാതെ കാര്യം നടക്കില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1 മണിക്കൂറോളം സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വെൽത്ത് വേ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, നാളെ ഫുൾ റിവിഷൻ ഉണ്ട്. ഇന്ന് 4ാമത്തെ സെഷൻ അല്ലേ? 4 സെഷന്റെ റിവിഷൻ രാവിലെ 9 മണിക്കും ഉച്ചകഴിഞ്ഞ് 2 മണിക്കും. വേറെ ലിങ്കാണ് കേട്ടോ. അതേ ലിങ്കാണ് വൈകുന്നേരം 6:30 മാർക്കറ്റ് ഡിസ്കഷൻ നടക്കുന്നത്. 3 പ്രോഗ്രാം ഒരേ ലിങ്ക്. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 2 മണി, വൈകുന്നേരം 6:30 മാർക്കറ്റ് ഡിസ്കഷൻ. ബാക്കി രണ്ടും ഫുൾ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെഷൻ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഫുള്ളായി സെഷൻ പങ്കെടുക്കണം, ഒന്ന് റിവിഷൻ നടത്തണം, ഒക്കെ നിങ്ങൾക്ക് സമയം ചെലവഴിക്കുക. മാർക്കറ്റ് ഡിസ്കഷൻ നാളെ വൈകുന്നേരം നടക്കുന്നത് പ്രത്യേകിച്ച് കയറുക. ഇന്നിപ്പോ രാത്രി 12 മണിക്ക് ഇപ്പോൾ നടന്ന ഗോൾഡിന്റെ ഇത്ര വലിയ ചാഞ്ചാട്ടത്തെ കുറിച്ച്, അത് ഹമാസ് ഇസ്രായേൽ സംഘർഷം അത് അവസാനിപ്പിക്കാന്നുള്ള ധാരണ എത്തി. അവിടെ ആഘോഷങ്ങൾ നടക്കുന്നു. പക്ഷേ സ്വർണ്ണക്കച്ചവടം നടത്തി വാങ്ങിക്കൊണ്ട് കച്ചവടം നടത്തുന്നവർക്ക് നഷ്ടക്കച്ചവടത്തിലേക്ക് സങ്കടം വരികയാണ്. അവരങ്ങനെ സങ്കടത്തിൽ പോകേണ്ടവരല്ല. ദേ ആർ എലിഗന്റ് പീപ്പിൾ. ഡിസേർവ് സം റെസ്പെക്ട്. പീസ്ഫുൾ ഉണ്ടാകണം മനസ്സിൽ. ലൈവ് സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, മാർക്കറ്റിൽ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ലൈവ് കാണാൻ സമയം സമ്മതിക്കുമെങ്കിൽ 12 മണിക്ക് ഇന്ത്യൻ സമയം രാത്രി 12 മണിക്ക് അടുത്ത 20 മിനിറ്റ് കഴിയുമ്പോൾ ആ ലിങ്ക് കയറുക. പിന്നെ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല കേട്ടോ. 12 മണിക്കേ ഉള്ളൂ, പിന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സമയം സമ്മതിക്കുമെങ്കിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം. ഇന്നലത്തെ സെഷന്റെ റിവിഷനാണ് ഇപ്പോൾ. അപ്പൊ ഇന്നലത്തെ സെഷന്റെ റിവിഷൻ
ഒന്നുകൂടി കേൾക്കണം. ഇന്നലത്തെ മിസ്സാക്കരുത് കേട്ടോ. ഫണ്ടമെന്റൽ